ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും സുപരിചിതയായ ആളാണ് ജാസ്മിൻ ജാഫർ. യൂട്യൂബറായ ജാസ്മിനെ ഷോയിലൂടെയായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർ അറിഞ്ഞത്. ഈ സീസണിലെ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നുവെങ്കിലും വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ജാസ്മിനെതിരെ ഉയർന്നിരുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി പ്രണയത്തിലായിരിക്കെ ഹൗസിൽ പോയി ഗബ്രിയുമായി അടുത്തുവെന്നാണ് ജാസ്മിനെ വലിയ രീതിയിൽ നെഗറ്റീവാക്കിയത്. ഗബ്രിയുമായി ജാസ്മിൻ അടുത്തതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാദത്തിൽ നിന്ന് പിന്മാറി. ജാസ്മിൻ ഹൗസിലെത്തിയപ്പോൾ ഗബ്രി കോംബോയുടെ പേര് വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് അഫ്സലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഘട്ടം എത്തിയപ്പോൾ തന്റെ കയ്യിലുള്ള ജാസ്മിനുമായുള്ള ചാറ്റടക്കം അഫ്സൽ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴത്തെ അഫ്സലുമായുള്ള ബന്ധത്തിലുള്ള സംഭവത്തെക്കുറിച്ച് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് താരം. തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലെന്ന് ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്ന് ഹൗസിലെ അവസ്ഥയിൽ താൻ കൺഫ്യൂസ്ഡ് ആണെന്നും ജാസ്മിൻ പറയുന്നത്. താരത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് പോവാം. ഗബ്രി പോയ ശേഷം ആ ഹൗസിൽ നിൽക്കണമെന്ന് എനിക്കില്ലായിരുന്നു. ഹൗസിലെ 3 മാസം 1.5 വർഷം പോലായിരുന്നു എനിക്ക്. ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ക്രിഞ്ചായിരിക്കും, പക്ഷെ എനിക്കത് വലിയ ആശ്വാസമായിരുന്നു. അതുപോലെ ഗബ്രിയുടെ ഫോട്ടോ മാത്രമല്ല, ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിച്ചിരുന്നു, പക്ഷെ അവർ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഗബ്രി ഉള്ളപ്പോൾ പോലും ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഗെയിമല്ല, ഇത്തരം സാധനങ്ങൾ മാത്രമാണ് ആളുകൾ കണ്ടത്. അത്ത ഫോട്ടോയും മാലയും മാറ്റിയപ്പോൾ അവരോട് എനിക്കൊന്നും പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം വീട്ടിൽ പോയിട്ട് പറയാമെന്ന് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അത്ത പറഞ്ഞത്. അവർ പറയുന്നതിൽ കാര്യം കാണുമെന്ന് കരുതി ഞാൻ മിണ്ടിയില്ല. എടുക്കുന്നെങ്കിൽ എടുത്ത് മാറ്റിക്കോട്ടെ എന്ന് കരുതി. അവർ വന്നിട്ട് പോയ ശേഷം ഗബ്രിയുടെ പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലായി. കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി വേറൊരു റിലേഷനിൽ ആവുന്നത് തെറ്റാണ്. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഹൗസിലെ അവസ്ഥയിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ആ വ്യക്തിയുമായി ഇനി റിലേഷൻഷിപ്പ് നടക്കില്ല. ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുവെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ പുള്ളി എനിക്ക് വേണ്ടി കുറെ നിന്നു. എൻ്റെ കുടുംബത്തെയും ആ പയ്യനെ പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു. ടെഡി ബിയർ കൊടുത്തിട്ട് പേര് പറഞ്ഞോളാൻ ആ വ്യക്തി തന്നെയാണ് എൻ്റെ അത്തയോട് പറഞ്ഞത്. പക്ഷെ പുള്ളി അത് തിരുത്തി പറഞ്ഞു. താൻ പറയാൻ പറഞ്ഞില്ലെന്നും പേര് വീണ്ടും വലിച്ചിഴക്കപ്പെട്ട തരത്തിൽ സംസാരിച്ചു. അതുപോലെ എൻ്റെയും പുള്ളിയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹൗസിൽ കൊണ്ടുപോകാൻ തന്നിരുന്നു, പക്ഷെ ഞാനത് കൊണ്ടുപോയില്ല. എന്തിനാണ് പിന്നെ പുള്ളി അത് ചെയ്തത്? ഫോട്ടോ കൊണ്ടുപോയിരുന്നുവെങ്കിൽ പേരും ഫോട്ടോയും റിവീൽ ആകുമായിരുന്നില്ലേ? ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്ത് വിട്ടൊരാളോട് ഇനി ഞാൻ എന്തിനു സംസാരിക്കണം? പ്രിയപ്പെട്ടവർ ചതിച്ചു, ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട്, പക്ഷെ ഇവരൊക്കെ ചെയ്തതുപോലുള്ള ചതിയില്ല. എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന രീതിയിലാണ് ചിലർ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയത്. അത്ത വരെ വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞു. മാത്രമല്ല എൻ്റെ അത്ത സഹികെട്ട് അവൾ പോയി ചാവട്ടെ എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വരെ അയച്ചു തന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ ആർക്കും ഊഹിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്ത നല്ലത് പുറത്തു വന്നിട്ടില്ല. എനിക്കൊരു മനുഷ്യനെ വിശ്വാസമില്ലാതായി. പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്തു വിട്ടിട്ട് ക്രിമിനൽ ഒഫൻസ് ആണത്. ആർക്കും ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ആ പുള്ളിയെ ഞാൻ യൂസ് ചെയ്തുവെന്ന് വരെ പുള്ളി പറഞ്ഞു. എന്തു വന്നാലും ഞാൻ വരുന്നത് വരെ സമാധാനപ്പെട്ട് ഇരിക്കാമെന്ന് ഞാൻ പുള്ളിയോടും എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിരുന്നുവെന്നും ജാസ്മിൻ ജാഫർ പറയുന്നു.